കശകമ്പാടി ഇവിടെ ജലിക്കാലേരിയുണ്ട്, നമ്മളെ മുജീബുണ്ട്, നമ്മുടെ ടെക്നീഷ്യനാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എർത്ത് ചെക്കിങ്ങിനെ പറ്റി. എർത്ത് വാല്യൂ നമുക്കൊരു ഒരു ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ ആ ഇൻസ്റ്റാളേഷൻ മിനിമം നമുക്ക് എന്ത് വേണം? 2 എർത്ത് ബിറ്റുകൾ വേണം. നമ്മളവിടെ ചെയ്തിരിക്കുന്ന 2 പൈപ്പ് എർത്താണ്. ഇവിടെ കാണാം, കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള മാനുവൽസൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെ കാണുന്ന പൈപ്പ്, ഇവിടെ ഒരു പൈപ്പ് ഇതുണ്ട്. അവിടെ നിന്ന് ഒരു 6 മീറ്റർ ദൂരം കീപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു 6 മീറ്റർ ദൂരം കീപ്പ് ചെയ്തിട്ട് ഇവിടെ ഒരു എർത്തിരിക്കാണ്. 2 എർത്തിരിക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത് വാല്യൂ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ഹിയോക്കിയുടെ എർത്ത് ടെസ്റ്റർ ഉണ്ട്. ഹിയോക്കിയുടെ എർത്ത് ടെസ്റ്റർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് 3 പോൾ എർത്ത് ടെസ്റ്ററാണ്. സാധാരണ 4 പോൾ കാണാറുണ്ട്. 4 പോൾ സോയിൽ റെസിസ്റ്റിവിറ്റി ടെസ്റ്റ് ചെയ്യാനാണ് 4 പോൾ ഉപയോഗിക്കേണ്ടത്. ഇത് 3 പോളാണ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പിക്ചറൊക്കെ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിവിടെ നോക്കി അറിയാൻ പറ്റും. നമുക്ക് ചെക്ക് ചെയ്യുന്നത് എർത്ത് ഇലക്ട്രോഡ് ഇതാണ്. ഇതിൻ്റെ കൂടെ 2 സ്പൈക്ക് ഉണ്ട്. ആ 2 സ്പൈക്കും ഇവിടെ ഒരു ദൂരം കണക്ട് ചെയ്തിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് മീറ്റർ 5 to 10 മീറ്റർ, മറ്റത് 5 to 10, അവിടെ നിന്ന് അങ്ങോട്ടും 5 to 10 മീറ്റർ. അങ്ങനെ ഡിഫറൻസിലാണ് എന്ത് ചെയ്യേണ്ടത്? ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭൂമിയിൽ അടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒറിജിനൽ എർത്ത് ഇലക്ട്രോഡ് ഇവിടെ ഉണ്ട്. എർത്ത് ഇലക്ട്രോഡിൽ നിന്ന് ഈ എർത്ത് ഇ എന്ന് എഴുതിയിരിക്കുന്ന പോളിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് വയറായിട്ട് ഇവിടെ കാണാൻ കഴിയും. രണ്ടാമതായിട്ടുള്ളത് രണ്ടാമത്തെ തൊട്ടടുത്തുള്ള പോൾ, ഇത് സ്പൈക്ക്. ആ സ്പൈക്കിൽ നിന്ന് നമ്മൾ യെല്ലോ വയറായിട്ട് ചിക്കുന്നു. ആ സ്പൈക്ക് ഇവിടെ ഒറിജിനായിട്ട് അടിച്ചിട്ടുണ്ട്. അവിടെ കാണാൻ നിങ്ങൾക്ക് കൂടുതൽ ആ തെങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് അടിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും എന്ത് വേണം? ഒരേ നേർരേഖ. അത് കഴിഞ്ഞിട്ട് ഒരു റെഡ് കളർ, ഇതാണ് പി പോളും പിന്നെ സി പോളുമാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ഈ പി പോളും സി പോളും നമ്മൾ എന്തിരിക്കുന്നത് 2 എണ്ണം ഈ 10 ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 5 മീറ്ററുള്ളൂ, അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 5 മീറ്ററുള്ളൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ലാസ്റ്റ് പോളും ഈ രണ്ടാമത്തെ സ്പൈക്കും ഈ നമുക്ക് ചെക്ക് ചെയ്യേണ്ട എർത്ത് ഇലക്ട്രോഡും ഇത് ഒരേ നേർരേഖയിലായിരിക്കണം. ഒരൊറ്റ റേഡിയസ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നിന്നൊരു റൗണ്ട് നമ്മൾ വരച്ചാൽ അതിനൊരു റേഡിയസ് ഉണ്ടാവില്ല. ആ റേഡിയസിലായിരിക്കണം ഒരേ നേർരേഖയിലായിരിക്കണം ചെക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ഒരു ഭാഗത്തും ഒന്ന് വേറെ ഭാഗത്തോട്ടും അടിക്കാൻ പാടില്ല. ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഇത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യം വേണ്ടത് നമുക്കിതിനകത്ത് ബാറ്ററി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഇത് എർത്ത് ടെസ്റ്റർ ഇങ്ങനെയാണ് കേട്ടോ, എല്ലാത്തിലും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ഈ എർത്ത് ടെസ്റ്ററിൽ ഇങ്ങനെയുള്ളത്. അപ്പോൾ ഇതിൽ ബാറ്ററി എന്നുള്ളതിലേക്ക് പോളിലേക്ക് തിരിച്ചു വെച്ചു, റോട്ടറി സ്വിച്ച്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രസ് ഓൺ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാറ്ററി എന്ന് എഴുതിയിരിക്കുന്ന പാർട്ട് ഈ ലോഗോയിൽ നമ്മുടെ ഡിസ്പ്ലേയിൽ ബാറ്ററി BAT എന്ന് എഴുതിയിരിക്കുന്ന അവിടെ വന്ന് നിൽക്കണം. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഈ ബ്ലാക്കിനകത്തായിട്ട് നിൽക്കണം. ബാറ്ററിനകത്തല്ല, കുറവാണെങ്കിൽ ബാറ്ററി ചേഞ്ച് ചെയ്യാനുള്ള സമയമായി നടത്തും. ഇനി രണ്ടാമതായിട്ട് വേണ്ടത് നമുക്ക് C എന്നുള്ള പോള്, നമ്മുടെ ഏറ്റവും ലോങ്ങസ്റ്റ് പോള്, അത് ടെസ്റ്റ് ചെയ്യണം. അത് ഓക്കെ ആണ്, അതിന് കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടോ എന്ന്. അപ്പോൾ അതിലേക്ക് കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടോ നോക്കാനാണ്. കണ്ടിന്യൂറ്റി കിട്ടിയാലേ നമുക്ക് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്കുള്ള വാല്യൂ ചെക്ക് ചെയ്യാൻ ഈ സിയിൽ വെച്ച ശേഷം എന്ത് ചെയ്യണം? പോള് അമർത്തും. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ PC ചെക്ക് എന്ന് എഴുതിയിരിക്കുന്ന ആ പാർട്ടിനകത്തായിട്ട് ഈ നീഡിൽ വന്ന് നിൽക്കണം. ഇതിൻ്റെ പുറത്താണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിലേക്കുള്ള കണ്ടിന്യൂറ്റി പെർഫെക്റ്റ് അല്ല. നമ്മൾ എന്ത് ചെയ്യണം? അവിടെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് റെഡിയാക്കി വെക്കണം. ഓക്കെ, എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ കിട്ടിയാൽ മാത്രമേ ഇത് എർത്ത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ എർത്ത് ചെക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു Pയും Cൻ്റെ ഇടയിലായിട്ട് വന്നു കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്നത് P ചെക്ക് ചെയ്യണം. ഇപ്പോൾ C ആണ് ചെക്ക് ചെയ്തത്. P എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് യെല്ലോ വയർ, ആ യെല്ലോ വയറും ഇതേപോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കി, അതും ഓക്കെ ആണ്. ഇനിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? എർത്ത് ചെക്ക് ചെയ്യേണ്ടത്. എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ ചെക്ക് ചെയ്യാൻ നമ്മൾ ആദ്യം എന്തിന് 1 1x. ഇതിനകത്ത് ഒരുപാട് ഹോംസ് ഉണ്ട്. 100 മൾട്ടിപ്പിൾ ബൈ 100 ഓം, മൾട്ടിപ്പിൾ ബൈ 10 ഓം, മൾട്ടിപ്പിൾ ബൈ 1 ഓം. മൾട്ടിപ്പിൾ ബൈ 1 ഓം മീൻസ് നമുക്ക് കിട്ടുന്ന വാല്യൂ, അതായത് ഇവിടെ റീഡിങ്ങിൽ വരുന്ന, ഇതാണ് നമ്മുടെ ഡയൽ പാഡ്. ഡയൽ പാഡിൽ വരുന്ന വാല്യൂ ഇൻറ്റു 1, ഡയൽ പാഡിൽ വരുന്ന വാല്യൂ ഇൻറ്റു 10, ഡയൽ പാഡിൽ വരുന്ന വാല്യൂ ഇൻറ്റു 100. ഇങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ 100 ശേഷം ഇതിൻ്റെ ബട്ടൺസ് ഞെക്കി പിടിച്ചു, ചെക്കിംഗ് ബട്ടൺ. എന്നിട്ട് നമ്മൾ ഇതിന് ഈ നീഡിൽ 0 വരുന്നത് വരെ മുന്നിലോട്ടോ ബാക്കിലോട്ടോ കറക്കുക. ഇത് നമ്മളിങ്ങനെ കറക്കി കൊണ്ടുവന്ന് എന്തായി 0 വരണം നമുക്കത്. ഇല്ല, ഇത് ഔട്ടായി. 11 പുറത്തോട്ടായി. 11 പുറത്തോട്ടായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്കത് ഈ പറയുന്നത് ഈ ഒരു 1x നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ 10 ഇട്ടു. 10 ഇട്ടിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന നീഡിൽ അങ്ങോട്ട് പോയി. നമ്മളിങ്ങോട്ട് തിരിച്ചിട്ട് നമുക്ക് വാല്യൂ
ഇവിടെ സീറോയിലായി കഴിഞ്ഞാൽ സീറോയിലായി കഴിഞ്ഞു. ഈ സീറോയിലായി കഴിഞ്ഞാൽ ഇതിലെ റീഡിങ് നോക്കുക. അപ്പോൾ ഇതിലെ റീഡിങ് എത്ര ഉണ്ട്? ഇല്ല 1.1.5 ഏകദേശം, അല്ലെങ്കിൽ 1.2 കൂട്ടാം. 1.2 മീൻസ് 1.2 × 10 മീൻസ് 12. ഇപ്പം നമ്മുടെ എർത്ത് വാല്യൂ 12 ആണ്. 12 ഹോം ആണ് കേട്ടോ, മെഗാ ഹോം അല്ല. ചിലരൊക്കെ മെഗാ ഹോം എന്ന് പറയും. എർത്ത് വാല്യൂ കിട്ടേണ്ടത് ഹോമിലാണ്. നേരത്തെ നമ്മൾ ഇൻസുലേഷൻ ടെസ്റ്റ് അടിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു, അതിൽ മെഗാ ഹോമിലാണ് കിട്ടുക. കാരണം ഇൻസുലേഷൻ എന്നത് നല്ല റെസിസ്റ്റൻസ് കിട്ടണം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ഹോമിലാണ് പറയുക. ഈ ഒരു 2 എർത്ത് പിറ്റിൻ്റെയും കൂടിയുള്ള സം വാല്യൂ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എർത്ത് ടെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ എർത്ത് ടെസ്റ്റ് ചെയ്യാൻ നിർബന്ധമായിട്ടും ഒരു ഇൻസ്റ്റാളേഷനിൽ എർത്ത് ഉണ്ടായിരിക്കണം. എർത്ത് ഇല്ലാഞ്ഞാൽ ഈ പറയുന്ന RCCB ഒന്നും കറക്റ്റായിട്ട് വർക്കാവില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എക്യുപ്മെൻറ്റ്സിനൊക്കെ കറക്റ്റായിട്ടുള്ള ബോഡിയിലോട്ട് എർത്ത് ഉണ്ടെങ്കിൽ ആ ബോഡിയിലോട്ട് ലീക്കായ ഉടനെ തന്നെ RCCB വീഴുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ആ ബോഡിയിലോട്ട് പോയി പിടിച്ചിട്ട് നമ്മൾ വഴി ഒരു ലീക്കേജ് വരുമ്പോഴേ RCCB വീഴുള്ളൂ. അപ്പോൾ അത് വരാതിരിക്കാൻ എന്ത് വേണം? നമ്മളെല്ലാ എക്യുപ്മെൻറ്റ്സും എർത്ത് ചെയ്യുന്നതിന് ഭാഗമായിട്ട് നിർബന്ധമായിട്ട് ഒരു ഇൻസ്റ്റാളേഷനിൽ എർത്ത് പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. എർത്ത് ഏതായാലും പീരിയോഡിക്കലി നമ്മളത് ചെക്ക് ചെയ്യും വേണം, പ്രോപ്പറാണ്. അതേപോലെ തന്നെ ഈ എർത്തിൻ്റെ പിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? മാൻഹോൾ കെട്ടിയിട്ട് കവർ ചെയ്ത് മൂടി വെക്കണം. വേനൽക്കാലത്തൊക്കെ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് എർത്ത് വളരാനില്ല, എർത്തിൻ്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യാനാണ്? കീപ്പ് ചെയ്ത് നിലനിർത്താനാണ്. അപ്പോൾ എർത്ത് വാല്യൂ കീപ്പ് ചെയ്ത് വെക്കാൻ എപ്പോഴും മോയ്സ്ചർ നിർബന്ധമാണ്. അപ്പോൾ ആ മോയ്സ്ചറിലേക്ക് ആവശ്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? അതിനകത്ത് എർത്ത് പിറ്റിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കുന്നത്. ഓവറാവേണ്ട, അല്പം സ്വപ്പം ഉണ്ടായാൽ മതി. ആ നനവ് അവിടെ ഉണ്ടായാൽ മതി, കീപ്പ് ചെയ്താൽ മതി. ഒരുപാട് വെള്ളം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് എർത്ത് വാല്യൂ ഒരുപാട് കൂടുതലൊന്നും കിട്ടില്ല. ഏതായാലും ഈ ഭൂമിയിലെ ഇതിനെ പറ്റിയിട്ട് ഇത് എന്തിനാണെന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. എർത്ത് വാല്യൂവിനെ പറ്റി ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇത്രയും കാര്യമാണ് ഇതിനകത്ത്. എന്തെങ്കിലും സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റുള്ള വീഡിയോകൾ നിങ്ങൾക്കാണ് ഫുള്ളായിട്ട് കണ്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ബൈ.